വെൽക്കം ബാക്ക് ടു VLSA ഗീതാഞ്ജലി. ഇപ്പൊ നമ്മൾ നമ്പർ സിസ്റ്റത്തിലെ കൺവേർഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കൺവേർഷനും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി ആകെ ഒരൊറ്റ കൺവേർഷനും കൂടെ നമുക്ക് നോക്കാനുള്ളൂ. അതാണ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അപ്പോൾ ഈ ഒരു കൺവേർഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ചെയ്ത കൺവേർഷൻസ് എല്ലാം ഡയറക്റ്റ് കൺവേർഷൻസ് ആയിരുന്നു. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഒക്ടലിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് ഡയറക്റ്റ് കൺവേർഷൻ പോസിബിൾ അല്ല. സിമിലർലി ഹെക്സാഡെസിമലിൽ നിന്നും ഒക്ടലിലേക്ക് നമുക്ക് ഡയറക്റ്റ് കൺവേർഷൻ പോസിബിൾ അല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇന്റർമീഡിയറ്റ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്യണം. ആ ഇന്റർമീഡിയറ്റ് നമ്പർ സിസ്റ്റം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അപ്പം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഒക്ടലിനെ ബൈനറി ആക്കി, അതുപോലെ ബൈനറിനെ തിരിച്ച് ഒക്ടലാക്കി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒക്ടലിനെ ഹെക്സാഡെസിമലിലേക്കും അതേപോലെ ഹെക്സാഡെസിമലിനെ ഒക്ടലിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒക്ടലിൽ നിന്നും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദെൻ ബൈനറിയിൽ നിന്നും ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഹെക്സാഡെസിമലിൽ നിന്നും ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ആൻഡ് ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. സോ ആദ്യം തന്നെ കുറച്ച് സ്റ്റെപ്സ് നോക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ മെത്തേഡിൽ എന്താ വരുന്നത് നോക്കാം. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് കൺവേർട്ട് എവറി ഒക്ടൽ ഡിജിറ്റ് ഇൻ ടു 3-bit ബൈനറി. നമുക്കറിയാം, നമ്മൾ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ചെയ്ത സമയത്ത് നമ്മൾ ഈ സെയിം മെത്തേഡാണ് യൂസ് ചെയ്തത്. ഓരോ ഒക്ടലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ 3-bit ബൈനറി ഇക്വാലന്റ് എഴുതി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വലിയൊരു ബൈനറി വാല്യൂ കിട്ടും, അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഹെക്സാഡെസിമലിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ കിട്ടിയ ആ ഒരു വലിയ ബൈനറി വാല്യൂവിനെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് 4-bit ബൈനറി റെപ്രസെന്റേഷൻ ആക്കി എഴുതണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ആ ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പം ചില സ്ഥലത്ത് ചിലപ്പം സീറോസ് കുറവായിരിക്കാം, അല്ലെങ്കിൽ 4-bit ഉള്ള ഗ്രൂപ്പുകൾ നമുക്ക് കിട്ടിയില്ല എന്ന് വരാം. അവിടെ നിങ്ങൾ സീറോ പാഡിങ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ആ ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4-bit ബൈനറി വാല്യൂവിൻ്റെയും ഹെക്സാഡെസിമൽ വാല്യൂ എടുത്ത് എഴുതാം. അപ്പം സ്റ്റെപ്സ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അതൊരു ഒക്ടൽ നമ്പർ ഉണ്ടാകും. ആ ഒക്ടൽ നമ്പറിനെ നമ്മൾ അതിൻ്റെ 3-bit ബൈനറി റെപ്രസെൻറ്റേഷൻസ് ആയിട്ട് എഴുതാം. അതിനുശേഷം റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് അതിനെ 4-bit ഗ്രൂപ്പ്സ് ആക്കാം. അങ്ങനെ ഗ്രൂപ്പ്സ് ആക്കുന്ന സമയത്ത് നമുക്ക് 4-bit ഗ്രൂപ്പ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ നമ്മൾ സീറോ പാഡിങ് ചെയ്യാം. അതിനുശേഷം ഓരോ 4-bit വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂസ് എഴുതാം. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. 735 to the base 8നെയാണ് നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ 7ന്റെ 3-bit ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് 111 ആണ്. 3യുടെ 011 ആണ്. അതുപോലെ 5ന്റെ 101 ആണ്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതണം. അപ്പം നമുക്ക് വലിയൊരു ബൈനറി വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിനെ 4-bit ഉള്ള ഗ്രൂപ്പാക്കി തിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് 3 വാല്യൂ കിട്ടി. ഇപ്പോൾ ഇവിടെ സീറോസിന്റെ കുറവൊന്നും ഇല്ല. നമുക്ക് 3 4-bit ഗ്രൂപ്പ്സ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ 4-bit ഗ്രൂപ്പ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതിയാൽ മതി. അതായത് 0001ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ 1 ആണ്. 1101ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ D ആണ്. 1101ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് D തന്നെയാണ്. നമുക്ക് ഫൈനൽ വാല്യൂ എന്ത് കിട്ടി? 735 to the base 8 എന്ന് പറയുന്നത് 1DD to the base 16 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം നമ്മൾ റിയൽ പാർട്ട് മാത്രമാണ് ചെയ്തത്. നമുക്ക് റിയലും നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടും കൂടെ വരുന്ന ഒരു എക്സാമ്പിൾ നോക്കാം. അത് 25.34 to the base 8 ആണ്. അപ്പം നേരത്തെ ചെയ്തപ്പോൾ നമുക്ക് ഡെസിമൽ പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൺവേർഷൻ ഈസി ആയിട്ട് ചെയ്തു. ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഇൻറ്റീജർ പാർട്ട് ചെയ്യാം. 25 ആണ് നമ്മുടെ ഇൻറ്റീജർ പാർട്ട്. അപ്പോൾ 2നും 5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരുമിച്ച് എഴുതി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ബൈനറി വാല്യൂ കിട്ടി. ഇനി നമ്മൾ റൈറ്റിൽ നിന്നും
ലെഫ്റ്റിലേക്ക് അതിനെ 4 ബിറ്റുള്ള ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ നമുക്കൊരു 4 ബിറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ബട്ട് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു 4 ബിറ്റ് ഗ്രൂപ്പ് ഇല്ല, അവിടെ 2 zeros കുറവുണ്ട്. സോ നമ്മൾ 0 പാഡിങ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി, 2 4 ബിറ്റ് വാല്യൂസ് കിട്ടി, 1ഉം കിട്ടി 5ഉം കിട്ടി. സോ അതിനെ കമ്പൈൻ ചെയ്ത് ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 15 എന്ന് കിട്ടി. അതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇമാജിനറി പാർട്ട് നോക്കണം. അപ്പം നേരത്തെ നമ്മൾ ചെയ്തത് ഇൻറ്റീജർ പാർട്ടായിരുന്നു. ഇപ്പം ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുമ്പം ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റിലേക്കുള്ള ഭാഗമാണ്. അവിടെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്താൽ മതി. ബട്ട് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വേണം ഗ്രൂപ്പ് ചെയ്യാൻ. അത് ശ്രദ്ധിക്കണം. ഇപ്പം ലെഫ്റ്റിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഗ്രൂപ്പ് ചെയ്യുമ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പം ഇവിടെയാണ് സീറോസ് കുറവുള്ളത്. സോ നമ്മൾ റൈറ്റ് സൈഡിൽ വേണം സീറോസ് ആഡ് ചെയ്യാൻ. അപ്പം ഇത് മറക്കരുത്, കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആൻസർ തെറ്റും. സോ നമുക്ക് എന്താണ് 0 1 1 1 എന്നുള്ളൊരു 4 ബിറ്റ് വാല്യൂം കിട്ടി. ദെൻ 0 0 0 0 എന്നുള്ളൊരു 4 ബിറ്റ് വാല്യൂം കിട്ടി. അപ്പം അതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കമ്പൈൻ അല്ല, അതിൻ്റെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 0 1 1 1 എന്ന് പറയുന്നത് 7 ആണ്, ആൻഡ് 0 0 0 0 എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, 25.34 to the base 8നെ നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 15.70 to the base 16 ആണ് കിട്ടിയത്. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി നമുക്ക് സെയിം ആണ് നമുക്ക് ഹെക്സാഡെസിമലിൽ നിന്നും ഒക്ടൽ കൺവേർഷൻ ചെയ്യേണ്ടത്. അപ്പം സെയിം മെത്തേഡാണ്, ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്കത് നോക്കാം. Step 1, convert each hexadecimal digit into 4 bit binary, then group binary digits into 3 bits, then convert each group into octal. നേരത്തെ ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ്. അതായത് നമുക്ക് ഹെക്സാഡെസിമൽ വാല്യൂ ഉണ്ടാകും, അതിനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പം നമുക്ക് കുറച്ച് 4 ബിറ്റ് ബൈനറി ഗ്രൂപ്പ്സ് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കമ്പൈൻ ചെയ്ത് എഴുതണം. അപ്പം അതിൻ്റെ ബൈനറി ഫോം ആകും. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒക്ടലിലേക്കല്ലേ കൺവേർട്ട് ചെയ്യണ്ടേ. സോ ആ ഒരു ബൈനറി വാല്യൂവിനെ നമ്മൾ ഡെസിമൽ പോയിന്റിന്റെ ഔട്ട്വേർഡിലേക്ക്, അപ്പം ഡെസിമൽ പോയിന്റ് ഇല്ല, റിയൽ പാർട്ട് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ 3 ബിറ്റുള്ള ഗ്രൂപ്പ്സ് ആക്കി തിരിക്കുക. എന്നിട്ട് അവിടെ സീറോസ് കുറവുണ്ടെങ്കിൽ സീറോസ് ആഡ് ചെയ്ത് അതിനെ 3 ബിറ്റ്സ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഓരോ 3 ബിറ്റ് റെപ്രസെൻറ്റേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ ഒക്ടൽ വാല്യൂ എടുത്ത് എഴുതാം. സിമ്പിൾ അല്ലേ? പ്രോബ്ലംസ് നോക്കാം നമുക്ക്. എക്സാമ്പിൾ 3af to the base 16. എന്താ ചെയ്യണ്ടേ, ആദ്യം 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതി, എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതി, ദെൻ എഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതി. ഇനി അതിനെ ഗ്രൂപ്പ് ചെയ്ത് അതിനൊരു വലിയ ബൈനറി വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് അതിനെ 3 ബിറ്റ് ഉള്ള ഗ്രൂപ്പ്സ് ആക്കി തിരിക്കുക. സോ 0 0 1ന് അതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ എന്താണ്, 1 ആണ്. 1 1 0 ആണ് നമ്മുടെ നെക്സ്റ്റ് ഗ്രൂപ്പ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ 6 ആണ്. ആൻഡ് 1 0 1 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 5 ആണ്. ആൻഡ് 1 1 1 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ 7 ആണ്. ഇനി എന്ത് ചെയ്യണം, അതിന് കമ്പൈൻ ചെയ്ത് എഴുതാം. സോ 3af to the base 16 നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1657 to the base 8 എന്നാണ് കിട്ടുന്നത്. അപ്പം ഇതിൽ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി. നമുക്ക് ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം. A5 ഡെസിമൽ പോയിന്റ് BC to the base 16 ആണ്. നമുക്ക് ആദ്യം ഇൻറ്റീജർ പാർട്ട് നോക്കാം. A5 ആണ് നമ്മുടെ ഇൻറ്റീജർ പാർട്ട്. സോ എക്കും 5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ ഞാൻ എഴുതി, അതിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയ വാല്യൂ. ദെൻ ഞാൻ ഇതിനെ 3 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ആക്കി കൺവേർട്ട് ചെയ്തു. 0 1 0 1 0 0 ആൻഡ് 1 0 1. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂസ് എന്താണ്, 2 4 ആൻഡ് 5. അപ്പോൾ നമുക്ക് ഇൻറ്റീജർ പാർട്ടിനെ കിട്ടി. ഇനി ഫ്രാക്ഷണൽ പാർട്ട് നോക്കാം. BC, പക്ഷേ ഇവിടെ ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് ഫ്രാക്ഷണൽ പാർട്ടാണ് ഈ BC എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വേണം ഗ്രൂപ്പ് ചെയ്യാൻ. സോ ബിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ 1 0 1 1 ആണ്. സിയുടെ 1 1 0 0 ആണ്. അതിനെ കമ്പൈൻ ചെയ്തിപ്പോൾ ഇതാണ് വാല്യൂ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക, 3 ബിറ്റുള്ള ഗ്രൂപ്പ്സ് ആക്കി തിരിക്കുക. സോ അങ്ങനെ ചെയ്യുമ്പം ഇവിടെ ഒരു 0 കുറവ് വരും. അതായത് ആദ്യത്തെ ഗ്രൂപ്പ് ഇവിടെയാണ് വരുന്നത്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ്, ഒരു 0 കുറവാണ്. അപ്പോൾ അവിടെ ഒരു 0 പാഡിങ് ചെയ്യണം.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 101 111 ആൻഡ് 000 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂസ് എഴുതാം ദെൻ അതിനെ കമ്പൈൻ ചെയ്ത് എഴുതാം അപ്പം ഇത് നമ്മൾ നേരത്തെ ചെയ്തതായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും അപ്പം A5 decimal point BC to the base 16 എന്ന് പറയുന്നത് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 245 decimal point 570 to the base 8 എന്നാണ് നമുക്ക് കിട്ടുക സോ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷനും ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് സോൾവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം സോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസിലെയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് നല്ലപോലെ മനസ്സിലാകും പിന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കേണ്ട ആവശ്യമേ വരുള്ളൂ പിന്നെ നമ്മൾ കൺവേർഷൻസ് എല്ലാ ടോപ്പിക്സും ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട് സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബൈനറി അരിത്തമെറ്റിക് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ സോ താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ